ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. വരുൺ ഗാന്ധിയുടെ കടന്നുവരൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കും. BJPയുടെ സമുന്നതനായ ഒരു നേതാവ് തന്നെയാണ് വരുൺ ഗാന്ധി. 2004 വരുൺ ഗാന്ധി BJPയിലേക്ക് കടന്നുപോയത്. തീപ്പൊരി പ്രസംഗത്തിലൂടെയും വർഗീയ പരാമർശമുള്ള പ്രസംഗത്തിലൂടെയും BJPക്കിടയിൽ വലിയ ഒരു സ്വാധീനമുണ്ടാക്കാൻ വരുൺ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വരുൺ ഗാന്ധിക്കെതിരെ പല തവണകളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായ മേനക ഗാന്ധിയുടെ മകനായ വരുൺ ഗാന്ധിക്ക് ശക്തമായിട്ടുള്ള സ്വാധീനമാണ് BJPക്കകത്ത് ഇന്നുള്ളത്. ശക്തമായിട്ടുള്ള മോദി വിമർശകനായ വരുൺ ഗാന്ധിക്ക് BJPക്കകത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട്. MP മാരുടെ ശമ്പള വർധനയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി വരുൺ ഗാന്ധി മുന്നോട്ട് വന്നിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ഒരു ശമ്പള വർധനവ് നേടണമെന്നുണ്ടെങ്കിൽ കഠിന പ്രയത്നവും അതിനുവേണ്ടി സമരങ്ങളും ചെയ്യേണ്ടിയിരിക്കെ MP മാർക്ക് ശമ്പള വർധനവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ മതിയെന്ന നിലപാടാണ് മോദിയെയും അമിത്ഷയെയും വരുൺ ഗാന്ധിക്ക് നേരെ തിരിയാനുള്ള കാരണമാക്കി മാറ്റിയത്. എന്നാൽ തന്റെ ആദ്യഘട്ടത്തിലുള്ള തീപ്പൊരി പ്രസംഗങ്ങളും വർഗീയ പരാമർശങ്ങളുള്ള പ്രസംഗങ്ങളുമൊക്കെ ഇപ്പോൾ വരുൺ ഗാന്ധി നിർത്തിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസിലേക്ക് കടന്നു വരാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഇതെന്ന ചോദ്യവും അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് യോഗി ആദിത്യനാഥിന് പുറമെ വരുൺ ഗാന്ധിയും പേരെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ തന്റെ മകനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് വന്ന മേനക ഗാന്ധിക്ക് മോദിയും അമിത്ഷയും ശക്തമായിട്ടുള്ള നടപടിയാണ് മുന്നോട്ട് വെച്ചത്. അതായത് യോഗി ആദിത്യനാഥിന് മുഖ്യമന്ത്രി കസേര നൽകുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് വരുൺ ഗാന്ധിക്ക് ഇടയാക്കുകയും ചെയ്തു. തുടർന്ന് വരുൺ ഗാന്ധി മോദിയുമായിട്ടുള്ള എല്ലാ വേദികളിൽ നിന്നും വേദി പങ്കിടാതെയും മോദി വിളിച്ചു ചേർത്ത MP മാരുടെ യോഗത്തിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു. BJPക്കകത്ത് നിന്ന് തന്നെ മോദിക്കെതിരെയും അമിത്ഷയ്ക്കെതിരെയും ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ ഗോരഖ്പൂരിലെ ആശുപത്രികളിൽ കുട്ടികൾ മരിക്കാനിടയായ സംഭവവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിനെതിരെ രഹസ്യമായും പരസ്യമായും വരുൺ ഗാന്ധി കടന്നു വരാൻ തുടങ്ങി. തുടർന്ന് മരണപ്പെട്ട കുട്ടികൾക്കും പുതിയ ഒരു ഹോസ്പിറ്റലിന്റെ നിർമ്മാണത്തിനും വേണ്ടി 5 കോടി രൂപ വരുൺ ഗാന്ധി നൽകാനും മുന്നോട്ട് വരികയുണ്ടായി. ഇത് വലിയ മാറ്റമാണ് വരുൺ ഗാന്ധിയിലൂടെ ഉണ്ടാക്കിയിരുന്നത്. തുടർന്ന് AICCയുടെ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധി വളരെ നേരത്തെ തന്നെ വരുൺ ഗാന്ധിയുമായി സംസാരിക്കുകയും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പുതിയ നീക്കം എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ നേട്ടമായിരിക്കും കോൺഗ്രസിനുണ്ടാവുക, മറിച്ച് BJPക്ക് വലിയ നഷ്ടവും. കാരണം ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ കടന്നു വന്നതുകൊണ്ട് BJP വലിയ സ്വപ്നങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. പലപ്പോഴും അമേത്തിയിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ വരുൺ ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ വരുൺ ഗാന്ധി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കാണാനിടയായി. ഇത് BJPക്കകത്ത് വലിയ ആശങ്കകൾ പടർത്തുന്നുണ്ടായിരുന്നു. തുടർന്നാണ് വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് കടന്നു വരാനുള്ള നീക്കവുമായി മുന്നോട്ട് വന്നത്. എന്തായാലും മേനക ഗാന്ധി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മകൻ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് വലിയ ഒരു നേട്ടമായി കോൺഗ്രസ് കാണുമ്പോൾ BJPക്ക് അത് വലിയ നഷ്ടമാണ് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.